അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടന്ന 90 മിനിറ്റ് നീണ്ട ആ അടച്ചിട്ട മുറിയിലെ ചർച്ച. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാക്കാൻ വലിയ പദ്ധതികൾ തയ്യാറാക്കിയെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ആവോളം പടച്ചുവിട്ടത്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് സംഭവിക്കുമെന്ന്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ സിമ്പിൾ ആണ്. എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇത്ര കാലം കൊണ്ട് അവർ ഇറാനിൽ വരുത്തിവെച്ചത്? എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഇറാനിൽ സംഭവിച്ചോ? സാമ്പത്തികമായ ആ രാജ്യത്തെ ശ്വാസം മുട്ടിക്കാൻ എത്ര ഘട്ടങ്ങളിലായി എത്ര കണ്ട് കടുപ്പമേറിയ ഉപരോധങ്ങളാണ് മേൽക്കുമേൽ അടിച്ചേൽപ്പിച്ചത്? ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും എത്ര തവണയാണ് അവർ പരസ്യമായി വെല്ലുവിളിച്ചത്? എന്നിട്ട് അവർക്ക് മതിയായെന്ന് തോന്നുന്നുണ്ടോ? 1 മാസവും 2 മാസവും അല്ല, യുദ്ധം മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോയിട്ടും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാൻ പതറിപ്പോയോ? അയ്യോ, ഞങ്ങൾക്കിത് സഹിക്കാൻ വയ്യ, നിങ്ങൾ ഇതൊന്ന് നിർത്തി, ഞങ്ങൾക്ക് സമാധാനം തരണേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇറാൻ ഇവരുടെ കാൽക്കൽ വീണ് നിലവിളിച്ചോ? ഇല്ല. യുദ്ധം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. തങ്ങൾ വിചാരിച്ചതുപോലെയോ മാധ്യമങ്ങളിൽ ലോകത്തോട് വീമ്പിളക്കി പറഞ്ഞതുപോലെയുള്ള അത്ര എളുപ്പമല്ല ഇറാൻ എന്ന വീര്യം. ഇനി ട്രംപും നെതന്യാഹുവും വൈറ്റ് ഹൌസിൽ 90 മിനിറ്റ് അല്ല 90 മണിക്കൂർ തുടർച്ചയായി ചർച്ച നടത്തിയാലും ഇറാനെ കൂട്ടാൻ നിങ്ങൾക്കാകില്ല. അത്രമേൽ ശക്തമായ പ്രതിരോധത്തിന്റെ അഗ്നിജ്വാലകളാണ് ആ മണ്ണിൽ പുകയുന്നത്. പോരാട്ട വീരത്തെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. എന്താണ് ആ ചർച്ചയുടെ ആകത്തുക? നമുക്ക് പരിശോധിക്കാം. പശ്ചിമേഷ്യ വീണ്ടും വൻകിട ശക്തികളുടെ യുദ്ധക്കളമായി മാറുമ്പോൾ ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് വാഷിംഗ്ടണിലേക്കും തെഹ്റാനിലേക്കും തന്നെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വലിയൊരു രാഷ്ട്രീയ നാടകത്തിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുകയും അതേസമയം തന്നെ പ്രതിരോധത്തിന്റെ കവചം തീർക്കുകയും ചെയ്യുകയാണ് ഇറാൻ അവിടെ. ഓവൽ ഓഫീസിൽ 90 മിനിറ്റോളം നീണ്ട ചർച്ചയിൽ ഇറാന്റെ ഭാവി തീരുമാനിക്കാമെന്ന വണ്ണം ഇരു നേതാക്കളും സംസാരിച്ചു. ഇറാനെ നേരിടാൻ 3 സാധ്യതകളാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ ആണവ പദ്ധതികളെ നിയന്ത്രിക്കാൻ പുതിയൊരു കരാറിലെത്തുക, കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും തുറമുഖങ്ങൾ ഉപരോധിച്ചും സാമ്പത്തികമായി ഞെരുക്കുക, മൂന്നാമതായി അതിശക്തമായ സൈനിക നടപടി ആരംഭിക്കുക എന്നിവയായിരുന്നു ആ വഴികൾ. ഇറാനെതിരായ സൈനിക നടപടി പുനരാരംഭിക്കാൻ ട്രംപിന് മേൽ നെതന്യാഹു കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്ന വാർത്തകൾ ഇസ്രായേൽ തള്ളുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതല്ല എന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തങ്ങളെ ആക്രമിക്കാൻ ഇറാൻ മുതിർന്നാൽ അമേരിക്കയുടെ പച്ചക്കൊടിക്കായി കാത്തു നിൽക്കാതെ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നെതന്യാഹു ട്രംപിന് നൽകിയിട്ടുണ്ട്. എന്നാൽ വൈറ്റ് ഹൌസിൽ നടന്ന ഈ ചർച്ചകൾ അത്ര സുഗമമായിരുന്നില്ല എന്നതാണ് വസ്തുത. സിറിയയിലും ലെബനിലും ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ സൈനിക നടപടികളിൽ ട്രംപ് കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ അകൽച്ചയും പടല പിണക്കങ്ങളും മറികടക്കാൻ ഭൂപടങ്ങൾ നിരത്തിവെച്ചാണ് നെതന്യാഹു ട്രംപിന് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകിയത്. അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണം ആഗോളതലത്തിൽ ഇന്ധനവില ഉയരുന്നതിലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരുന്നതിലും ട്രംപിന് കടുത്ത ആശങ്കയുണ്ട്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുത്തുന്നത് ഇറാന്റെ അവസാനത്തെ പിടിവള്ളിയാണെന്നതും അത് വെച്ച് അന്താരാഷ്ട്ര സമൂഹത്തോടും അമേരിക്കയോടും വിലപേശാൻ വരെ അനുവദിക്കരുത് എന്നുമാണ് നെതന്യാഹു വാദിക്കുന്നത്. 4 മാസമായി തങ്ങളും അമേരിക്കയും നൽകുന്ന സമ്മർദ്ദം ഇറാൻ അതിജീവിച്ചു എന്ന് തോന്നാമെങ്കിലും ഇറാൻ ഇപ്പോൾ സാമ്പത്തികമായും സൈനികമായും വളരെ ദുർബലമാണ് എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. രാജ്യത്ത് 90% വിലക്കയറ്റമാണെന്നും ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണെന്നും അവർ പറയുന്നു. കൂടാതെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം 10,000-ങ്ങളിൽ നിന്ന് കേവലം 1,500-ആയി കുറഞ്ഞെന്നും പുതിയവ നിർമ്മിക്കാൻ അവർക്ക് ശേഷിയില്ലെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഈ പ്രചാരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇറാൻ ചെയ്യുന്നത്. വിദേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും തെഹ്റാൻ. അമേരിക്കയും ഇസ്രായേലും പ്രചരിപ്പിക്കുന്നത് പോലെ തങ്ങൾ തകർന്നിട്ടില്ല എന്നും പരമാധികാരം സംരക്ഷിക്കാൻ ആവശ്യമായ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ ഇസ്രായേലിനും അവരുടെ മിത്രങ്ങൾക്കും ലഭിച്ച തിരിച്ചടികൾ ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഒരേ സമയം അമേരിക്കൻ ഉപരോധങ്ങളെ പ്രതിരോധിച്ച് സ്വന്തം സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കാനും
മേഖലയിലെ സഖ്യശക്തികളെ ഏകോപിപ്പിച്ച് ശക്തമായ ഒരു പ്രതിരോധ നിര തകർക്കാനും തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുന്നത് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും എത്രത്തോളം പ്രതിസന്ധിയിലാക്കുമെന്ന് ട്രംപിന്റെ ആശങ്കകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തവുമാണെന്ന് ഇറാൻ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രപരമായി നോക്കിയാൽ വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത പാരമ്പര്യമാണ് ഇറാനുള്ളത്. സാമ്പത്തിക ഉപരോധങ്ങൾ നിരന്തരം ഏർപ്പെടുത്തി തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോഴും റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കി ഇറാൻ മുന്നോട്ടു പോകും. ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യ കേവലം ഒരു കരാറിലൂടെയോ കുറച്ച് മിസൈൽ ആക്രമണങ്ങളിലൂടെയോ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പാശ്ചാത്യ ലോകത്തിന് ഇന്ന് നന്നായിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധത്തിൽ കാണുന്ന വിള്ളലുകൾ തെളിയിക്കുന്നത് അമേരിക്കയ്ക്ക് പോലും ഈ യുദ്ധത്തിൽ വലിയ താല്പര്യമില്ല എന്നാണ്. സ്വന്തം നാട്ടിലെ രാഷ്ട്രീയ നിലനിൽപ്പിനും തെരഞ്ഞെടുപ്പ് വിജയത്തിനും വേണ്ടി ട്രംപ് ജാഗ്രത പാലിക്കുമ്പോൾ നെതന്യാഹു സ്വന്തം അധികാര കസേര ഉറപ്പിക്കാൻ അമേരിക്കയെ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയാണ്. ഈ പടലപ്പിണക്കങ്ങൾ മേഖലയിൽ ഇസ്രായേലിന്റെ ഒറ്റപ്പെടലിന് ആക്കം കൂട്ടുമെന്നാണ് കരുതുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും ഇസ്രായേലിന്റെ കടന്നുകയറ്റങ്ങൾക്കുമെതിരെ തങ്ങളുടെ നിലപാട് കൂടുതൽ കർശനമാക്കുക തന്നെയാണ് ഇറാൻ ചെയ്യുന്നത്. ഭീഷണികളും വാചകമടികളും കൊണ്ട് തങ്ങളെ തളർത്താമെന്നത് ഇസ്രായേലിന്റെ വെറും മോഹം മാത്രമാണ്. ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കാനും അതിനേക്കാൾ ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കാനും ഇറാൻ പൂർണ്ണ സജ്ജവുമാണ്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ കരുനീക്കങ്ങൾ ആര് ജയിക്കും ആര് തോൽക്കുമെന്നതിനപ്പുറം വലിയൊരു ആഗോള പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. നോക്കൂ, ഇവർ വിചാരിച്ചാലൊന്നും ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. അമേരിക്ക എന്തൊക്കെ ചെയ്താലും ഇറാൻ തോൽക്കുമെന്ന് അവർ കരുതുകയും വേണ്ട. ബാഹ്യശക്തികളുടെ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ അത്ര പെട്ടെന്ന് കീഴടങ്ങുന്ന ചരിത്രമല്ല ഇറാന്റേത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അമേരിക്കയും ഇസ്രായേലും എത്രയൊക്കെ തന്ത്രങ്ങളും പദ്ധതികളും മെനഞ്ഞാലും സ്വന്തം മണ്ണും പരമാധികാരവും സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ഉറച്ച നിലപാട് അത്ര നിസ്സാരമല്ല. ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഹോർമുസ് കടലിടുക്കിനുമേലുള്ള നിയന്ത്രണവും ഇറാന് നൽകുന്ന സൈനികവും തന്ത്രപരവുമായ മുൻതൂക്കം വളരെ വലുതാണ്. സാമ്പത്തികമായി ഞെരുക്കി ഇറാനെ തകർക്കാമെന്ന് അമേരിക്ക കരുതുന്നുണ്ട് എങ്കിലും ഉപരോധങ്ങളെ അതിജീവിച്ച് സ്വന്തമായ പ്രതിരോധ സംവിധാനങ്ങൾ വളർത്തിയെടുത്ത പാരമ്പര്യമാണ് അവരുടേത്. അതിനാൽ തന്നെ വാർത്താ സമ്മേളനങ്ങളിൽ യുഎസും ഇസ്രായേലും നടത്തുന്ന വാചകമടികൾ പോലെ അത്ര എളുപ്പത്തിൽ ഇറാനെ തോൽപ്പിക്കാനോ കീഴ്പ്പെടുത്താനോ അവർക്ക് സാധിക്കില്ല. ഈ വസ്തുത ഏറ്റവും നന്നായി ഇന്ന് അറിയുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും തന്നെയാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ അനാവശ്യമായ മറ്റൊരു യുദ്ധത്തിലേക്ക് പോയാൽ അത് തിരിച്ചടിക്കുക അമേരിക്കയ്ക്ക് തന്നെയാണ്. ലോക സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ ഇന്ധന വിലയെയും അത് ബാധിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോഴൊന്ന് അടങ്ങി നിൽക്കുന്നത്. കഴിഞ്ഞ യുദ്ധത്തിന്റെ അനുഭവങ്ങൾ നമുക്കറിയാമല്ലോ. വിദേശ ശക്തികളുടെ ഏത് നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ ആത്മവിശ്വാസം ഈ പോരാട്ടത്തിൽ ഏറെ നിർണായകവുമാണ്. അമേരിക്കയും ഇസ്രായേലും ഒറ്റക്കെട്ടാണ് എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിള്ളലുകൾ ഇപ്പോൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇറാൻ എന്ന പൊതുശത്രുവിനെതിരെയുള്ള അവരുടെ കരുനീക്കങ്ങൾ. തുർക്കിക്ക് അതിനൂതന ആയുധങ്ങൾ നൽകുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും അതിൽ ഇസ്രായേൽ ഒട്ടും ഇടപെടേണ്ടതില്ല എന്ന കടുത്ത നിലപാടും ഇതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ് തന്നെയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് കണ്ണുമടച്ച് പിന്തുണ നൽകാൻ ട്രംപ് ഭരണകൂടം സന്നദ്ധമല്ല എന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇവരുടെ 90 മിനിറ്റ് നീണ്ട ചർച്ചയും നടന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടങ്ങാത്ത യുദ്ധക്കൊതി ഇപ്പോൾ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും വൈറ്റ് ഹൌസിനും വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അമേരിക്കയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് അമേരിക്കയിൽ അടുത്ത തെരഞ്ഞെടുപ്പും വരുന്നു. മേഖലയിൽ അവസാനിക്കാത്ത യുദ്ധങ്ങൾ തുടരുന്നത് അമേരിക്കൻ സാമ്പത്തിക രംഗത്തെയും അന്താരാഷ്ട്ര വിദേശ നയത്തെയും ഒരുപോലെ തളർത്തുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ നിലനിൽപ്പിനും അധികാര കസേര സംരക്ഷിക്കുന്നതിനുമായി നെതന്യാഹു നടത്തുന്ന ഓരോ സൈനിക സാഹസങ്ങളും വാഷിംഗ്ടണിന് താങ്ങാനാവാത്ത ഭാരമായിട്ട് മാറുകയാണ്. എന്തിനേറെ പറയുന്നു, അമേരിക്കൻ ജനതയ്ക്ക് പോലും ഇപ്പോൾ ട്രംപിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഇതിന്റെ ഒക്കെ കാരണക്കാരൻ നെതന്യാഹു ആണ് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ഒത്തുപോകുന്നത് ഇറാൻ എന്ന പൊതുശത്രുവിനെ ഭയന്ന് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറാന്റെ വളർച്ചയെയും മേഖലയിലെ സ്വാധീനത്തെയും തടയുക എന്നൊരൊറ്റ വിഷയത്തിൽ മാത്രമാണ് ഇരുവരുടെയും സഹകരണം ഇന്ന് നിലനിൽക്കുന്നത്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ഒഴികെ മറ്റെല്ലാ തന്ത്രപ്രധാന വിഷയങ്ങളിലും ട്രംപും നെതന്യാഹുവും പൂർണ്ണമായും രണ്ട് ധ്രുവങ്ങളിലാണ് ഇന്ന് നിലകൊള്ളുന്നത്. തുർക്കിയെ പോലൊരു പ്രാദേശിക ശക്തിക്ക് ആയുധം നൽകുന്നതിലൂടെ മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ സ്വന്തം രീതിയിൽ മാറ്റിമറിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ ഭീഷണികളെ കൂട്ടുന്നുണ്ട് എങ്കിലും സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിൽ സ്വന്തം സഖ്യകക്ഷികൾക്കിടയിൽ പുകയുന്ന ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇറാനെതിരായ പോരാട്ടത്തിൽ
ഇസ്രായേലിന്റെ ആത്മവിശ്വാസമാണ് തകർക്കാൻ പോകുന്നത്. മാത്രവുമല്ല, ഇസ്രായേലിന്റെ ഈ നിലപാടിൽ അവർ കൂടുതൽ ഒറ്റപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളുടെയും പൊതുശത്രു എന്നത് ഇറാൻ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് അവർ നിരന്തരം ഈ ചർച്ചകൾക്ക് തയ്യാറാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇറാനെ അങ്ങ് ഇല്ലാതാക്കാൻ അമേരിക്കയും ട്രംപും 90 മിനിറ്റ് നേരത്തെ ചർച്ചകൾക്ക് സാധിക്കുമെന്ന്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.